എന്തുകൊണ്ട് മോനെ? മോനെ അച്ഛൻ ഈ പറക്കുന്ന കിളികളെയൊക്കെ നോക്കുമായിരുന്നു മോനെ. ഈ കിളിയെ പോലൊക്കെ നമുക്കൊന്ന് പറക്കാൻ പറ്റിയിരുന്നത് എന്ത് നല്ലതായിരുന്നല്ലേ? സ്കൈ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാ കുഞ്ഞു പറഞ്ഞു, പക്ഷെ അതിന് പൈസ വേണം. പൈസ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചാടാൻ ഞാൻ തയ്യാറാ. ചെയ്യുവോ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ചാടി. എന്നാ മോനെ പറഞ്ഞേ? Yeah, little bit. അങ്ങനെ രാവിലെ അവിടെ എത്തിയ ഉടനെ തന്നെ അതിനകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. ആ ഹാർനസിനകത്ത് കയറി നിന്നു. അതിൻ്റെ പൊസിഷനെല്ലാം അവർ ക്ലിയർ ചെയ്തു, ബെൽറ്റ് ചെയ്തു. ആ ബെൽറ്റ് ഓരോന്നും ചെയ്യുമ്പോഴും മലയാളിയായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ പോകുന്ന ഓരോ തോന്നൽ, ഇതൊക്കെ ശരിക്കും നീ കെട്ടുന്നുണ്ടോ? ഞാൻ എല്ലാ ദിവസവും രാവിലെ ബെൽറ്റൊക്കെ കെട്ടുന്നത്, എനിക്കും അറിയാതൊക്കെ കേട്ടോ എന്നുള്ള ഭാവത്തോടു കൂടി അങ്ങോട്ട് നിന്നു. അതല്ലേ നമുക്ക് മലയാളികൾക്ക് ചേർന്നൊരു ഭാവം. അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു, കളയാൻ പാടില്ലല്ലോ. ഏതായാലും പുള്ളി ഇതെല്ലാം വരിഞ്ഞ് മുറുക്കി കെട്ടി. എൻ്റെ കൂടെ 6 പേരും ഇന്ന് ചാടുന്നുണ്ട്. 15,000 അടിയിൽ മുകളിൽ നിന്നാണ് ഞങ്ങൾ ചാടുന്നത്. അപ്പം 6 പേരും അതിൻ്റെ കൂടെ 6 ക്രൂസും. അപ്പോൾ അങ്ങനെ മൊത്തം 12 പേരാണ് ഈ പ്ലെയിനിൽ ഇന്ന് ചാടുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അതെല്ലാം കഴിഞ്ഞ് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു വീഡിയോ കാണിച്ചു. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു, എങ്ങനെയൊക്കെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടതെന്നും ചാടേണ്ടതെന്നും ഒക്കെ കാണിച്ചു തന്നു. ശേഷം ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് നടന്നു പോവുകയാണ്. അത് സിറ്റിയിലാണ്. ഈ സിറ്റിയിലോട്ട് വണ്ടി വരുന്നത് മുറാബിൻ എയർപോർട്ടിൽ നിന്നാണ്. ഈ മുറാബിൻ എയർപോർട്ടിലോട്ടാണ് ഞങ്ങൾക്കും പോകേണ്ടത്. അപ്പം മുറാബിൻ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ മേളിൽ നിന്ന് വരുന്ന ക്രൂസിനെയും അവിടെ അന്ന് ചാടിയവരെയും കൂടാണ്. ഈ ക്രൂസിനെയും കൊണ്ടാണ് ഞങ്ങൾ ഇനി മുറാബിൻ എയർപോർട്ടിലോട്ട് പോകേണ്ടത്. ഈ ക്രൂസ് തന്നെയാണ് ഞങ്ങളുടെ കൂടെ വീണ്ടും ചാടുന്നത്. അപ്പം അങ്ങനെ 8-10 പ്രാവശ്യം അവരൊരു ദിവസം ചാടും. എനിവേ ഞങ്ങൾ ആ വണ്ടി കിടന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. ആ വന്നവരെല്ലാം ലാൻഡ് ചെയ്തു. അവർ ഞങ്ങൾക്ക് ചില ക്ലാസ്സുകൾ തരാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചാടേണ്ടത്, അതിൻ്റെ പൊസിഷൻസ്, ബനാന പൊസിഷൻസ് ആണ് ഇത് പറയുന്നത്. അതൊക്കെ കാണിച്ചു തന്നു. Tell me, mate, what are you doing today? God, man. Are you nervous? Little, but not. Yeah, that's what makes it fun. Let's hope we can get you there. Yeah. Put it there, buddy. High five. Let's go skydiving. അങ്ങനെ ഞങ്ങളെ വണ്ടിയെ കയറ്റിയിരുത്തി. ഇനിയും പോകലുള്ള നിവൃത്തി നേരെ മുറാബിൻ എയർപോർട്ട്. മുറാബിൻ എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നു. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്കൈ ഡൈവ് കമ്പനിയുടെ വണ്ടി പ്ലെയിൻ അവിടെ കിടപ്പുണ്ട്. 12 പേർക്ക് ഇരിക്കാവുന്ന, പൈലറ്റ് ഉൾപ്പെടെ 13 പേർക്ക് യാത്ര ചെയ്യാവുന്നൊരു ഫ്ലൈറ്റാണത്. ഞങ്ങളെല്ലാവരെയും അതേ കയറ്റി ഇരുത്തി. സീറ്റുകളൊന്നുമില്ല, ഒരു അലൂമിനിയം റാക്ക് പോലൊരു സാധനമാണ്. നമ്മളതിനെ കൂടെ നിരങ്ങി ബാക്കിലോട്ട് ആൾക്കാർ കയറുകയാണ്. അതേൽ ഞങ്ങളെ കയറ്റി ഇരുത്തി. ഞങ്ങളോട് തമാശകൾ പറഞ്ഞ് ക്രൂസും. അതുപോലെ തന്നെ എനിക്ക് തമാശ തോന്നിയൊരു കാര്യം, എൻ്റെ തൊട്ടിപ്പുറത്തൊരാളുണ്ടായിരുന്നു. അങ്ങേരോട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പൊസിഷൻസൊക്കെ അവർ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, തല പുറമോട്ട് ചരിച്ചു വെച്ച് വേണം ഇരിക്കാനെന്ന്. ഈ ചാടുമ്പം ആ പൊസിഷൻ കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ കയറിയ നിമിഷം മുതൽ ആ തല പൊക്കി ആ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്തത്. കാരണം ഈ കാണുന്ന കാഴ്ചകളൊന്നും അങ്ങേര് എൻജോയ് ചെയ്തിട്ടില്ല. കാരണം അങ്ങേര് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങേര്. ഏതായാലും കൊള്ളാം, അങ്ങേരുടെ ആ ഒരു തമാശ പല പ്രാവശ്യം ക്രൂ പറയുന്നുണ്ട്, നീ താഴോട്ട് നോക്കുന്നു, പുള്ളിക്ക് നോക്കണ്ട. ഏതായാലും കൊള്ളാം, എനിക്ക് ചാടേണ്ട സമയമായി. ഞാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. താഴെ എൻ്റെ മക്കളും വെയിറ്റ് ചെയ്യുന്നു. അവരും കട്ട വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ ലാൻഡിങ്ങിന് വേണ്ടി. ഏതായാലും ഡാനിമോൾ നോക്കിക്കൊണ്ട് മേളിലോട്ട് നിൽക്കുകയാണ്. അവളും തുടങ്ങി അവടേതായ ഒരു സ്കൈ ഡൈവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ ചൂടത്ത് വേർത്ത് വെളിയിൽ ഞങ്ങളിരിക്കുക. അവർ ചൂടത്തിരുന്നു. ഞങ്ങൾ ഏതായാലും ചാടാൻ സമയമായി. പൊസിഷൻ കീപ്പ് ചെയ്തു, ചാടി. ഒന്നും പറയാനില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 2-3 സെക്കൻഡ് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചാടി കഴിഞ്ഞു. ഒന്നും പറയണ്ട. ഏറ്റവും നല്ല ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ മതി. ഒത്തിരി നല്ല സന്ദർഭമായിരുന്നു.
ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതൊരു പ്രത്യേക സുഖമാണപ്പാ ഈ വരുന്ന വരവ്. നമ്മൾ വലിയ സാരി വലിച്ച് കെട്ടിയിട്ട് അതേ കിടത്തിൽ നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്നത് 1 മിനിറ്റ് ഫ്രീ ഫോളാണ്. എന്തും സംഭവിക്കാം. ആ വരുന്ന സമയത്ത് എന്നോട് ഈ ചാടി ക്രൂ പറയുകയാണ്, ചിലപ്പോൾ നമ്മുടെ പാരഷൂട്ട് നൂരാതെ വരും, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളത്തിലോട്ട് പോയി വീഴും, നീ പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞിട്ട് അതിൽ ചിരിച്ചു. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു 1 മിനിറ്റ് കഴിയാറായി, നമ്മുടെ പാരഷൂട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അങ്ങനെ പാരഷൂട്ട് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ മേളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരികയാണ്. പക്ഷേ പാരഷൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുതൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഫീലൊന്നുമില്ല. ഈ ഫ്രീ ഫോൾ ആണ് ഏറ്റവും സുഖം തരുന്നൊരു സന്ദർഭമുണ്ട്. ഇത് നമ്മളെ ക്രെയിനെ കെട്ടി താഴോട്ട് ഇറക്കുന്ന പോലുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. കുറേ കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് താഴോട്ട് വരാം. ഏതായാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടത് ഇതിനിടയ്ക്കും അങ്ങയുടെ കയ്യെ പിടിപ്പിച്ചിരിക്കുന്ന ഗോപ്രോ അങ്ങേര് കറക്റ്റായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് കാണിച്ച് എല്ലാം കാണിക്കാൻ അങ്ങേര് കിടന്ന് മെനക്കെടുന്ന ഒരു മെനക്കെടലുണ്ട്. ഏതായാലും അതിനകത്തും അവർക്ക് ഭയങ്കര നൈപുണ്യമാണ്. ഏതായാലും നമുക്കും കൺട്രോൾ ചെയ്യാൻ ഒരു അവസരം തരും. ഈ പാരഷൂട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഒന്ന് പോകാൻ, അതൊക്കെ നമ്മളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നമ്മളും ഒക്കെ ചെയ്തു എന്നുള്ളത് ആക്കി തീർക്കും. ഞാൻ എൻ്റെ കുടുംബത്തെ താഴെ കണ്ടു. ഡാനിയും ഡെബിയും ഡെയ്സിയും ഒക്കെ, ഡെബിയും ഒക്കെ ബ്രാഡ്ലിയും കട്ട വെയിറ്റിംഗ് ആണ് താഴെ. ഞാൻ അവരെ ഹായി ഒക്കെ കാണിച്ചു, ഡാനിയെന്ന് വിളിച്ചു. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവൾ കേട്ടു അന്നേരം. ഏതായാലും അവരും എന്നെ താഴെ നിന്ന് കണ്ടു. ഞാനങ്ങനെ താഴോട്ട് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോവേ ഞാൻ വരും. എൻ്റെ സാഹസികത മാത്രമല്ല, നിങ്ങൾക്കും കിട്ടുന്നൊരു അവസരമാണിത്. എൻജോയ് ചെയ്യും. ഫ്രീ ഫോൾ നമുക്ക് ഫസ്റ്റ് ഉള്ള ഫീലേ ഉള്ളൂ. ഫസ്റ്റ് ഫീൽ ഫ്രീ ഫോളിന്റെ. സോ അന്നേരം നമ്മുടെ ഇവിടെ ഇത് വലിയും. ബട്ട് ആഫ്റ്റർ ദാറ്റ് anyway we are in the air. So we are falling, so we can't feel it. We are free falling. We can't feel it. Okay. Like a rock. So we are with the Pressure, with the pressure. Okay. Yeah. It's a very, very good experience. Very good experience. And after that, once the Parachute release ആകുന്നുണ്ട്, നമുക്കൊരു ഷോക്ക് വരും. But അതും നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു ഷോക്ക് എക്സ്പീരിയൻസ് ചെവി അടയ്ക്കും. ബട്ട് അപ്പൊ മൂക്കെ പിടിച്ചാൽ മതി. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ, ബോഡി ടോട്ടലി ഫ്രീ ആണ്. നമ്മൾ നോർമൽ, പക്ഷെ ബ്രീത് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ലാതെ ഈസിലി ബ്രീത്. That's very good experience. There we go.